കോഴിക്കോട് കൂടരഞ്ഞിയിൽ കടുവ കിണറ്റിലകപ്പെട്ടു. കുറിയാലശ്ശേരി സ്വദേശി കുര്യൻ്റെ പറമ്പിലെ കിണറ്റിലാണ് കടുവ വീണത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന്. നിഖിൽ, വിശദാംശങ്ങൾ. ഇന്നലെ രാത്രിയോടുകൂടി ഒരു പക്ഷേ ഈ കിണറ്റിൽ കടുവ ചാടിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. കൂടരഞ്ഞി പെരുമ്പോള എന്ന പ്രദേശത്താണ് ഈ വീട്ടിലെ കിണറ്റിൽ ഇന്ന് രാവിലെ കടുവയെ കാണുന്ന സാഹചര്യം ഉണ്ടായത്. കുറിയാലശ്ശേരി കുര്യൻ എന്നയാളുടെ പറമ്പിലെ കിണറ്റിലാണ് കടുവയെ കണ്ടത്. ഇന്ന് രാവിലെ ഈ വീട്ടുകാർ പ്രത്യേകിച്ച് ഒരു സൂചനയുമില്ലാതെ സാധാരണഗതിയിൽ ഈ കിണറ്റിന്റെ അരികിലേക്ക് പോയപ്പോഴാണ് കിണറ്റിൽ എന്തോ ഒരു ജീവി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഇത് കടുവയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ ഞെട്ടലോടുകൂടി അവർ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു. വനംവകുപ്പ് സംഘം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കടുവയ്ക്ക് ഇപ്പോഴും ജീവനുണ്ട്. ഇതിനെ ഇനി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ മേഖലയിൽ നേരത്തെ പുലിയുടെ അടക്കം സാന്നിധ്യം ഉണ്ടായിരുന്നു. വന്യമൃഗ ശല്യം കൊണ്ട് ആളുകൾ പൊറുതിമുട്ടുന്ന ഒരു മേഖലയാണിത്. അവിടെയാണ് ഇപ്പോൾ വീട്ടിലെ കിണറ്റിൽ ഒരു കടുവ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും എത്രയും വേഗത്തിൽ ഈ കടുവയെ പുറത്തേക്ക് എത്തിക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ആ പുറത്തേക്ക് എത്തിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും ഇപ്പോൾ വനവകുപ്പ് സ്വീകരിച്ചു പോരുന്നുണ്ട്. എന്തായാലും വനവകുപ്പ് സംഘം കൂടുതൽ സംഘം അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം സമയം ഈ കിണറ്റിൽ ചിലവഴിച്ച കടുവയെ മുകളിലേക്ക് കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രകോപിതനാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുന്ന ആളുകൾക്കൊക്കെ ഒരു ആശങ്കയാണത്. അതുകൊണ്ട് തന്നെ അതിനുള്ള മുൻകരുതൽ കൂടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.